ഈ ചന്ദനക്കുളം എന്ന് പേര് വരാൻ കാരണം ചന്ദനവും വെള്ളവും കൂടെ ഒന്നിച്ചാണ് ഒരേ അളവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ ചന്ദനം ഇങ്ങനെ തീർത്ഥത്തോടൊപ്പം ഒഴുകി വരുന്നതും അതിനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട മണ്ണുകൊണ്ടുള്ള വിഗ്രഹം ഈ ഭൂമിയിൽ ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ എവിടെയോ പതിഞ്ഞു കിടപ്പുണ്ട്. എണ്ണൂറ് വർഷത്തോളം പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത്. അതിനുമല്ല മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. പാശുപതാശ്രമം ലബ്ധിക്കായി അർജുനൻ ഇവിടെയാണ് തപസ്സിരുന്നത്. തപസ്സിൽ സന്തുഷ്ടനായ മഹാദേവൻ അർജുനൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനായി ഒരു കാട്ടാള രൂപത്തിൽ ഒരു പാർവതി സമേതനായി എത്തുകയും അപ്പോൾ അർജുനൻ്റെ തപസ്സിനെ മുടക്കാനായിട്ട് വന്ന മോഹനൻ അസുരൻ ഒരു കാട്ടുപന്നിയുടെ രൂപത്തിൽ വന്ന് അർജുനനെ ചതിച്ചു കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ട അർജുനൻ പന്നീനെ അമ്പ ചെയ്യുകയും അതേസമയം തന്നെ കാട്ടാളിനും അമ്പ ചെയ്യുകയും ചെയ്തു. രണ്ടുപേരുടെയും അസ്ത്രം ഒരേ സമയത്ത് പന്നിയുടെ ശരീരത്ത് കൊണ്ട് പന്നി ചത്തു വീണു. അപ്പോൾ തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ടാണ് പന്നി ചത്തു വീണതെന്ന് അവകാശപ്പെട്ട് രണ്ടുപേരും അവകാശം ഉന്നയിച്ചു. കാട്ടാളിനും ഉന്നയിച്ചു, അതുപോലെ തന്നെ അർജുനും. അത് വാക്കേറ്റമായി, പിന്നെ കയ്യേറ്റമായി. രണ്ടുപേരും തമ്മിൽ ഇടിയായി. അവസാനം കാട്ടാളിന് മുമ്പിൽ ഓരോ കാര്യത്തിലും തോറ്റു പോയിക്കൊണ്ടിരുന്ന അർജുനൻ അവിടെ മണ്ണിൽ കിടന്നുകൊണ്ട് തന്നെ ഒരു വിഗ്രഹം മഹാദേവൻ്റെ ഒരു ശിവലിംഗം ഉണ്ടാക്കി അതേ പൂജിക്കാൻ തുടങ്ങി. ഈ പൂജിച്ച ഇലകളും പൂക്കളും എല്ലാം കാട്ടാളിൻ്റെ ദേഹത്ത് വന്ന് ചാടുന്നുകൊണ്ട് അർജുനൻ്റെ കാര്യം മനസ്സിലായി. അർജുനൻ സാഷ്ടാംഗം പ്രണമിച്ച് എഴുന്നേറ്റുകയാണ് ചെയ്തത്. അങ്ങനെ അർജുനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട മണ്ണുകൊണ്ടുള്ള വിഗ്രഹം ഈ ഭൂമിയിൽ ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ എവിടെയോ പതിഞ്ഞു കിടപ്പുണ്ട്. അത് ഇതുവരെ കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് കാട്ടുകിഴങ്ങ് മാന്തിക്കൊണ്ട് വന്ന സ്ത്രീയുടെ അരിവാളിൻ്റെ മനയിൽ നിന്ന് അരിവാൾ തേച്ചപ്പോൾ അതിൽ നിന്ന് രക്തം കിനിഞ്ഞിറങ്ങണം കണ്ടപ്പോൾ അവർക്ക് വേവലാതിയായി. അവരിവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയും അത് നാട്ടിലുള്ള നമ്പൂരി ഇല്ലത്ത് അറിയിക്കുകയും ചെയ്തു. അവർ വന്ന് ഇവിടെ ഒരു ക്ഷേത്രം കെട്ടി അത് പരിപാലിച്ചു പോന്നു. പിന്നീട് അവിടെ തന്നെ വേറെ ഒരു ഇരുമേച്ചിൽ ആയിട്ട് 2 ക്ഷേത്രങ്ങളായിട്ട് ഒരേ തറയിൽ തന്നെ ഇരുമേച്ചിലായിട്ട് 2 ക്ഷേത്രം പണിതു. അത് പടിഞ്ഞാറ് ദർശനമായിരുന്നു. ആ പടിഞ്ഞാറ് ദർശനം ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന് 1982 ഒരു തീപിടുത്തം ഉണ്ടാകുകയും അന്ന് ജോത്സ്യനെ കാണാൻ 80-ൽ ഈ ഈ ദേവസ്വത്തിൽ നിന്ന് കേരള ഉള്ളാള മഹാസഭയുടെ സ്റ്റാഗ നമ്പർ 19 എഴുതി വരുന്നു. ഈ സംഘടനയുടെ കയ്യിലിരിക്കുമ്പോഴാണ് അഗ്നിബാധ ഉണ്ടായത്. അതുകൊണ്ട് സംഘടനയുടെ നേതൃത്വത്തിൽ അന്നൊരു ജോത്സ്യനെ കണ്ട് അതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ പുതുക്കി പണിയേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് അഗ്നിബാധ ഉണ്ടായതെന്ന് ജോത്സ്യൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അന്ന് തന്നെ വേറൊരു കണക്ക് അറിയാവുന്ന ആളെയും അതുപോലെ തന്നെ ഇതിന് പറ്റുന്ന ഒരു തന്ത്രിയെയും കണ്ടുപിടിച്ച് ആ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രം പണിതു. കിഴക്ക് ദർശനമായിട്ട് ഒറ്റ ക്ഷേത്രമായിട്ട് പണിതു. അത് കഴിഞ്ഞ് പല വർഷങ്ങൾ 20 വർഷത്തിന് ശേഷം വീണ്ടും കണക്കിൽ പെശകുണ്ടെന്ന് കണ്ട് രണ്ടാമത് ഈ 2021 ഒരിക്കൽ കൂടി പൊളിച്ചു പണിത് ക്ഷേത്രം ഇപ്പോഴത്തെ ആക്കിയിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അതുകൊണ്ട് തന്നെ മഹാദേവൻ കിരാത രൂപത്തിലുള്ളതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പൂജാ സംബന്ധമായി പറഞ്ഞാൽ രാവിലെ 5:30 നട തുറന്ന് 10:00 വരെ പൂജയും നേദ്യവും കാര്യങ്ങളെല്ലാം ആയിട്ട് നടക്കും. അതിനുശേഷം 10:00 നട അടച്ച് വൈകുന്നേരം 5:00 വീണ്ടും തുറക്കും. 2 നേരം പൂജ നടന്നു വരുന്നു നിത്യേന. ശിവരാത്രിയാണ് പ്രധാനം. ഈ പുനഃപ്രതിഷ്ഠാ ദിനം മേടമാസത്തിലെ പുണർ നക്ഷത്രമാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സർപ്പക്കാവും ഒരു ചന്ദനക്കുളവും ഉണ്ട്. ഈ സർപ്പക്കാട് ഈ അർജുനൻ മലയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്തു നിന്ന് ഇതിൻ്റെ അടിയിൽ നിന്ന് ഒഴുകുന്ന ജലം ചന്ദനക്കുളത്തിൽ എത്തുകയും അത് എല്ലാ കാലത്തും ഒരേ അളവിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ചന്ദനക്കുളത്തിൽ. ഇതാണ് നമ്മുടെ ചന്ദനക്കുളം. ഇതാണ് നമ്മൾ ശിവരാത്രി അന്ന് ഈ തീർത്ഥമെടുത്താണ് നമ്മൾ മഹാദേവനെ ധാര കഴിപ്പിക്കുന്നത്. ഇപ്പോൾ അവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ ചന്ദനം ഇങ്ങനെ തീർത്ഥത്തോടൊപ്പം ഒഴുകി വരുന്നതും നമുക്കത് അതീവ ശുദ്ധിയോടുകൂടി നമ്മളുടെ അടുത്ത് നെറ്റിയിൽ ചാർത്തിയാൽ അത് രോഗങ്ങൾക്കൊക്കെ നല്ലതാണെന്നാണ് ഇവിടെ പഴമക്കാർ വിശ്വസിച്ച് പോരുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ വേറൊരു
ആൾക്കാരുടെ കയ്യിലാണ് ഇപ്പോൾ ഈ കുളം. എന്നാൽ ഇതിൻ്റെ ഒരു പരിപാലനത്തിന് വേണ്ടി നമ്മൾ ക്ഷേത്ര കമ്മിറ്റിയും നാട്ടുകാരും എല്ലാം സഹകരണത്തോടെ ഇത് പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് ഇരിക്കുകയാണ്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ ഭഗവാന് മുളങ്കൊമ്പത്തിൽ തേനഭിഷേകമാണ് പ്രധാന വഴിപാട്. പിന്നെ ഇവിടെ എല്ലാ മലയാള മാസം 1-ാം തീയതി ഇവിടെ മൃത്യുഞ്ജയ ഹോമവും അന്നദാനവും നടത്തപ്പെടുന്നു. പിന്നെ എല്ലാ മലയാള മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച ഇവിടെ 30 വെള്ളി അത് ശ്രീ മഹാഗണപതിക്ക് കാര്യസിദ്ധിക്കായി ഫലം കിട്ടുന്നതിന് വേണ്ടി ഇവിടെ വഴിപാടായി ആചരിച്ചു വരുന്നുണ്ട്. ഫലപ്രാപ്തിക്കായി മഹാദേവനും ദേവിക്കും ഉമാമഹേശ്വര പൂജ ചെയ്യാറുണ്ട്. ഒരുപാട് ഭക്തജനങ്ങൾ ഇതിന് പങ്കെടുക്കാറുമുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തേക്കുള്ള വഴിപാടുകൾ ഈ ദേശത്തിൻ്റെയും ഒട്ടുമിക്ക അതിദൂരത്തുള്ള ജ്യോത്സ്യന്മാർ വരെ ഈ ക്ഷേത്രത്തിൻ്റെ കുറിച്ചും വഴിപാടുകൾ ഭക്തങ്ങൾക്ക് എഴുതി കൊടുത്തുവിടുകയും അതിവിടെ കഴിച്ചു പോരുന്നിട്ടുമുണ്ട്. ഇതാണ് ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രുദ്രാക്ഷമരം. ശിവരാത്രി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, പ്രധാനപ്പെട്ട ഉത്സവം. ശിവരാത്രി നാളിൽ ഒരു വലിയ മഹാപ്രസാദകൂട്ട് നടക്കുന്നുണ്ട്. അതിന് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരും പങ്കെടുക്കാറുണ്ട്. ഈ നാട്ടിലെ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഇതിനായിട്ട് സഹകരിച്ചു വരുന്നു. ക്ഷേത്രത്തിൻ്റെ തന്ത്രി പാലാ പൂരണി തേവണംകുടിയിൽ നാരായണ നമ്പൂരിയാണ്. ഇവിടുത്തെ പ്രധാന ഉപദേവത ധർമ്മശാസ്താവ്, ദേവി പാർവതി, ഭദ്രകാളി മതിലിന് പുറത്ത്, അതുപോലെ സർപ്പം, ബ്രഹ്മരക്ഷസ് ഇവരാണ്. ഇതാണ് നമ്മുടെ കൂത്താട്ടോളം ടൗണിൽ നിന്ന് വരുമ്പോൾ ഏകദേശം 1 കിലോമീറ്റർ കഴിയുമ്പോൾ പാലാ റോഡിൽ നിന്ന് കയറി വരുമ്പോൾ റൈറ്റ് വശത്തേക്ക് വരുന്ന വഴിയാണ് ഈ കാണുന്നത്. 314 സ്റ്റെപ്പ് വരും. ഇതാണ് ഈ സ്റ്റെപ്പ് കാണുന്നത്. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള പടിക്കെട്ട്, ക്ഷേത്രത്തിൽ വരുന്ന ഭാഗം. പിന്നെയുള്ളത് ഈ പാലാ റോഡ് വരുന്ന വഴിക്ക് റോഡ് മാർഗം ഇവിടേക്കും എത്തിച്ചേരാം. 316 പടികൾ കയറി വന്ന് ഏത് ആഗ്രഹവും നമ്മുടെ ഭഗവാന്റെ അടുത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ അർജുനന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ചതുപോലെ ഭഗവാൻ നമ്മൾക്ക് കൃത്യമായിട്ടും ആ ആഗ്രഹം സാധിച്ചു തരുന്നതാണ്.